ഹലോ, ധനീസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും രുചിയിൽ നമ്മൾ ഇന്നൊരു കടലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് 1 കപ്പോളം കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ രാത്രിയാണ് ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കടലയൊക്കെ നമ്മുടെ 1 കപ്പോളം കടല വെള്ളത്തിലിട്ടത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കഴുകിയെടുത്തതിന് ശേഷം ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഒരു 2 മീഡിയം ഉരുളക്കിഴങ്ങ് വലുതായി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് 1/2 സ്പൂണോളം ഉപ്പ്, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 3 കപ്പ് വെള്ളം, 1 കപ്പ് കടലയ്ക്ക് 3 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കറിയും കൂടെ ആവശ്യമാണ്, അതിനായിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണേ. 4 വിസിലിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ വെള്ളത്തിലിട്ട ഈ കടല ഒരു 4 വിസിലുകൊണ്ട് തന്നെ നന്നായിട്ട് എനിക്ക് വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ ഇത് വേകുമ്പോഴേക്കും ഞാനിവിടെ ഒരു 2 വലിയ സവാള, ഒരു 4 പച്ചമുളക്, 2 മീഡിയം തക്കാളി, കുറച്ച് കറിവേപ്പില, 1 പിടി കറിവേപ്പില, 1 കുടം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കേട്ടോ. ആദ്യം തന്നെ ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്നതിനോടൊപ്പം തന്നെ ഞാനിവിടെ 3 സ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഈ മസാലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ചിക്കൻ കറിയുടെ ആ ഒരു മണവും കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതായിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തു. അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ നന്നായിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ കറി വയ്ക്കുമ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ, അതുപോലെ തന്നെ ചപ്പാത്തിക്ക്, ചോറിന്, ദോശയ്ക്ക്, വെള്ളയപ്പത്തിനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതായത് ആയി വരുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കടല ഞാൻ കാണിച്ചു തരാം എത്രമാത്രം വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതാ കടല അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഇളക്കി കൊടുത്തിട്ടുള്ള മസാലയൊക്കെ, സവാളയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ഒരു മണമൊക്കെയാണ് കേട്ടോ ഈ ഒരു നേരം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണേ. മീഡിയം തക്കാളി 2 എണ്ണമാണ് കേട്ടോ. അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്. സാധാരണ നീളത്തിലാണ് സവാളയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാറ്. ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെന്ന് നോക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. 3 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 3 മിനിറ്റിൻ്റെ ഇടയിൽ ഇതാ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച് കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മസാല ഇരിക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടി 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി 2 സ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, പെരുംജീരകം, ഫെന്നൽ സീഡ്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഫെന്നൽ സീഡ്. ഇതാണ് നമ്മളിതിൽ മസാലയായിട്ട് ആകെക്കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ശരിക്കും മാറിയിരിപ്പുണ്ട്. ഇത് മസാലയൊന്നും കരിഞ്ഞു പോയില്ല. നമ്മൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. സവാള നന്നായി വഴന്ന് കിട്ടിയാൽ തന്നെ നമ്മൾക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നല്ലോണം നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും
ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മസാലയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1/2 സ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ അതാ നല്ല കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ അതിരിക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം അപ്പോൾ അതാ കറി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതിനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് തിളച്ച് അന്നേരം തന്നെ നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അപ്പോൾ അതാ തിളച്ച് വരുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ കടലയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലോണം നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒരുപാട് കറിയും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസുമായിട്ടിരിക്കേണ്ട കേട്ടോ. കറിയൊക്കെ നല്ലോണം തിളച്ച് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഇതാ ഇങ്ങനെ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പുട്ടിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.